പെട്ടെടുത്തോണ്ടോ മാറ്റിയൊന്നുമില്ല വരുന്ന പെട്ടെന്ന് വലിയ പെട്ടി രണ്ടെണ്ണം നടക്കിരിക്കുന്നു അവിടെ വണ്ടി അറിയും വണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് ഈ നിമിഷം കേരളക്കരയെ ഒന്നാകെ ഈ കൊട്ടാരക്കര ന്യൂസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഒരു ലോറി നിറയെ പാൻ മസാലയുമായി, കോടികൾ വിലമതിക്കുന്ന പാൻ മസാലയുമായി ഇപ്പോൾ ഒരു ആളിപ്പോൾ കടയ്ക്കൽ പോലീസിന്റെയും കൊല്ലം റൂറൽ പോലീസ് ഡാൻസ് ഓഫ് ടീമിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ നിമിഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ തത്സമയം കൊട്ടാരം ന്യൂസിലൂടെ എത്തിക്കുന്നത്. വളരെ തത്സമയ ദൃശ്യങ്ങളാണ്. പ്രതി അല്പം നിമിഷം മുമ്പ് ഇപ്പോൾ ഈ വാഹനവുമായി ഇപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ ഈ ലഹരി പാൻ മസാല ഉൾപ്പെടെയുള്ള നിരവധി ലഹരി പദാർത്ഥങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക വിവരം എന്നുള്ള രീതിയിൽ പാൻ മസാലയാണ് കൂടുതലായിട്ടും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാൻ മസാല തന്നെ ഏകദേശം കോടികൾ വിലമതിക്കുന്നതാണെന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലാക്കി നിർത്തിയിട്ടുണ്ട്. ഏകദേശം പ്രാഥമിക വിവരമനുസരിച്ച് ഏകദേശം 10 കോടി രൂപയോളം വില വരുന്ന പാൻ മസാലയാണ്, നിരോധിത പുകയുൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഈ ലോറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്നും എത്തിയ വാഹനത്തിൽ ഈ ലോറിയിലെത്തിയ വാഹനമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പ്രാഥമിക വിവരം അനുസരിച്ച് കർണാടക ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ആളിനെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഈ വാഹനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്താക്കിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് പ്രതി. ഇദ്ദേഹം ഓടിച്ചു വന്ന ഈ വാഹനത്തിൽ നിന്നുമാണ് 10 കോടി രൂപയോളം വില വരുന്ന പാൻ മസാല ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇടയ്ക്ക് പോയിട്ടിരുന്നത് നമുക്ക് എല്ലാവരും കൂടെ സഹായിച്ചേ. ഓരോ ചാക്ക് ഇടയ്ക്കതുകൊണ്ട് ആ വണ്ടിയുടെ അപ്പുറത്ത് വയ്ക്കും. ഓക്കെ, ശരി, വാ. എത്ര ചാക്ക് വണ്ടി വെക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണ്ടേ, എല്ലാവരും ഒന്ന് സഹായിക്കണ്ടേ. തിരുവാതിര കച്ചവടത്തിനാണ്. വെട്ടമുള്ള സ്ഥലത്ത് എന്നെ ചിട്ടപ്പെടുത്താൻ ചുമ്മാ ബാരിക്കേഡിന് അപ്പുറത്തായിട്ട് നിരത്തി കൊണ്ട് വരും. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ലോറിയിൽ നിന്നും നിരോധിത പുകയുൽപ്പന്നങ്ങൾ
പരിശോധിക്കാനായി റോഡിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 10 കോടി രൂപയോളം വില വരുന്ന നിരോധിത പുകയുൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പോലീസ്, കൊല്ലം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഈ അടുത്ത് പിടികൂടിയതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ലഹരി പിടുത്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടയ്ക്കൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രദേശത്തുള്ള രാത്രി ഏകദേശം ഇപ്പോൾ 10 മണിയോളം ആയിരിക്കുന്നു. 10 മണിയായിട്ടും പ്രദേശവാസികളായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി ഇപ്പോൾ ലോഡ് ഈ വാഹനത്തിൽ നിന്നും ഇറക്കി പുറത്തേക്ക് വെക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു ലഹരി മാഫിയയുടെ വലിയൊരു ലോഡാണ് ഇപ്പോൾ ഈ കൊല്ലം റൂറൽ പോലീസ് സംഘം ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് കേരള പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 കോടി രൂപയോളം വില വരുന്ന ലഹരി ഉണ്ട് എന്നുള്ളതാണ്, ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ ഈ വാഹനം ഇവിടെ എത്തിച്ച് നമ്മൾ കടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് സമീപമായിട്ട് വാഹനം നിർത്തി ഈ ലോഡ് ഇപ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം കൊട്ടാരക്കര ന്യൂസിലൂടെ എത്തിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ്. കേരളം ഒന്നാകെ ലഹരിയുടെ പിടിയിലാണെന്ന് പറയുമ്പോഴും ഇതുപോലെ ലോഡ് കണക്കിന് ലഹരികളാണ് കേരളത്തിന്റെ പുറത്തു നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ നിന്നും വലിയൊരു കണ്ണിയാണ്, ലഹരി മാഫിയ കണ്ണിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 10 കോടി രൂപയോളം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പാൻ മസാലയാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ചാക്ക്, പൊട്ടിക്കാത്ത ഹോൾസെയിൽ ചാക്കാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ കഞ്ചാവും ഈ വാഹനത്തിൽ നിന്നും ചെറിയ പാക്കുകളായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സ്ഥിരീകരിച്ച വിവരങ്ങൾ വരും സമയങ്ങളിൽ പുറത്ത് പോലീസിന്റെ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഈ വാഹനം തുറക്കുന്ന ഭാഗത്ത്, പിൻവാതിൽ തുറക്കുന്ന ഭാഗത്തായിട്ടിരുന്നതാണ് ഈ ഒരു ടാറ്റ സ്റ്റീലിന്റെ പെട്ടികൾ. ഈ ബൂട്ട്സിന് ശേഷം അകത്തായിട്ടാണ്, ഉൾവശത്തിലായിട്ടാണ് ഇത്തരത്തിലുള്ള പാൻ മസാലയുടെ വലിയ പാക്കുകൾ ഇവിടെ ചെയ്തു വന്നിരുന്നത്. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ വാഹനത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരാളാണ് പ്രതിയായിട്ടുള്ളത്. ബാക്കി ഇതിന്റെ അന്വേഷണത്തിനൊടുവിൽ ബാക്കി പ്രതികളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അറിഞ്ഞ് നിരവധി ആളുകൾ, നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ അറിഞ്ഞുകൂടിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ കടയ്ക്കൽ ഈ ഒരു സംഭവം അറിഞ്ഞ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞ് നിരവധി ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു പോലീസ് സംഘം ഇനിയും എത്തേണ്ടതുണ്ട്. കാരണം അത്രത്തോളം ലഹരി ഈ വാഹനത്തിലുണ്ട്. നിരോധിത പുകയുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഉണ്ട്. അത് ഉടൻ തന്നെ എല്ലാം തന്നെ വാഹനത്തിൽ നിന്ന് മുഴുവനായിട്ടും ഇതിൽ നിന്നും മാറ്റേണ്ടതുണ്ട്. അങ്ങനെ പോലീസും നാട്ടുകാരും ചേർന്ന് ഈ വാഹനത്തിൽ നിന്നും ഓരോ ചാക്കായിട്ട് ലോഡ് ചെയ്ത് വെളിയിലേക്ക് മാറ്റുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇന്നിപ്പോൾ ഈ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയം നിങ്ങൾ പ്രേക്ഷകർ കൊട്ടാരം ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലഹരി വേട്ടയാണ്. ഏകദേശം 10 കോടി രൂപയോളം വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പോലീസ്, കൊല്ലം റൂറൽ പോലീസിന്റെ സംഘം, രഹസ്യ പോലീസും ചേർന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം ഈ നിമിഷം പ്രേക്ഷകരുമായിട്ട് എത്തിക്കുന്നത്. പലവിധമായ ലഹരി ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പല ചാക്കുകളാണ്. പാൻ മസാലയും അതേപോലെ തന്നെ ടൂൾ ഉൾപ്പെടെയുള്ള പലവിധമായിട്ടുള്ള കഞ്ചാവ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാഹനം തുറന്നപ്പോൾ തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഒരു പാക്ക്, ചെറിയൊരു കവർ പോലീസിന് ലഭിച്ചിരുന്നു. അപ്പം ബാക്കിയും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇദ്ദേഹത്തെ ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് സംഘം ഈ വാഹനത്തിലാക്കി ഇരുത്തിയിട്ടുണ്ട്.
ഈ ലൈവിൽ കുറ്റം പറയുന്നവരോട് നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ വാഹനം ഇവിടെ കൊണ്ട് എത്തി ഇവിടുന്ന് ലോഡുകൾ മാറ്റുന്നേ ഉള്ളൂ. അപ്പം ഇത് എത്രത്തോളം ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ട്, അതേപോലെ കൂടുതൽ സ്ഥിതിവിവരങ്ങൾ കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനും കൂടി വെയിറ്റ് ചെയ്യണം. കാരണം തൽക്കാലം ആദ്യമുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ലഭിച്ച വിവരം അനുസരിച്ച് കർണാടക ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ പോലീസ് കടയ്ക്കലിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. വാഹനത്തിൽ നിന്നും പ്രാഥമികം എന്നുള്ള രീതിയിൽ ഈ ലോഡുകളെല്ലാം തന്നെ വാഹനത്തിൽ നിന്നും നീക്കി നാട്ടുകാരുടെ വലിയൊരു സഹായത്തോടു കൂടി ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് പരിശോധനയ്ക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഒരു 100 ചാക്കോളം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത്രയും തന്നെ പകുതിയോളം ലോഡുകൾ ഇനി ഈ വാഹനത്തിൽ നിന്ന് നീക്കേണ്ടതുണ്ട്. ഈ ഒരു ടാറ്റയുടെ പാക്കേജായിട്ട് മുൻവശത്ത് മറയാക്കി വെച്ചുകൊണ്ടാണ് ഉൾവശത്തിലായി ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് FRP പ്രഷർ വെസൽ എന്നുള്ള ഒരു പ്രോഡക്റ്റ്, ടാറ്റയുടെ പ്രോഡക്റ്റ് പുറമേ വെച്ചുകൊണ്ട് അകവശത്ത് ഇത്തരത്തിൽ ലഹരി നിരോധിത പുകയുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏകദേശം 10 കോടിയോളം വില വരുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്, നിരോധിത പുകയുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക ആ ഫ്രണ്ടിൽ വെച്ചിരുന്ന ബോട്ട്സ് എന്താണെന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. FRP പ്രഷർ വെസൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ടാറ്റയുടെ പ്രോഡക്റ്റാണ് മുൻവശത്തായിട്ടുണ്ടായിരുന്നത്. പൊട്ടിക്കാത്ത പാക്കുകളാണ്. അത് ഏകദേശം 10-20ഓളം ഉണ്ട്. അതിനകൽ വശത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ചാക്കുകളായി ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വന്നിരുന്നത്. എന്തൊക്കെ ഉണ്ടെന്നാ മനസ്സിലാവുന്നത്? ഒന്നും അറിയാൻ വയ്യ, എല്ലാം മൊത്തം കോടികൾ വില മതിക്കുന്നതല്ലേ? അതെ, കോടികൾ വില ഹോൾസെയിൽ മൊത്തം പിടിച്ചിരിക്കുന്നത്. അതെ. നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് പോലീസിനെ സഹായിക്കുകയാണ്. എല്ലാവരും വളരെ ഉത്സാഹത്തോടെയാണ്. എങ്കിൽ പോലും നമ്മൾ പറയുകയാണ്, കേരളം ആകെ ലഹരിക്കടിമകളായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഹരിയെക്കുറിച്ചുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ഈ വാഹനം, ലോറി പോലീസ് പിടിയിലാകുന്നത്. എന്നിരുന്നു കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ അഭിനന്ദനാർഹമാണ്, വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. ഇത്രയും ഉൽപ്പന്നങ്ങൾ, ഇത്രയും ക്വാണ്ടിറ്റി സാധനം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കളടക്കം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന സാധനമാണ് ഇപ്പോൾ കടയ്ക്കലിൽ നിന്നും വലിയ രീതിയിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നീല നിറത്തിലുള്ള ചാക്കുകളാണ് എന്നുള്ളതെങ്കിൽ പകുതിയോളം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെള്ള ചാക്കിലുള്ള പൊതികളാണ് ഇപ്പോൾ ഇവിടെ ശേഖരിച്ചു വരുന്നത്. അതിനുശേഷം വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേറെ കുറേ ചാക്കുകളും അകത്തായിട്ട് ഈ ലോറിക്കുള്ളിലായിട്ട് കാണുവാൻ സാധിക്കും. അതും കൂടി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പോലീസിന്റെ ഒരു മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധന ഇതിനാവശ്യമായിട്ട് വരും. കൂടുതൽ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ഒരു ലോഡുമായി, ഇത്രയും കിലോ കണക്കിന് ലോഡുമായി ഒരു ആൾ മാത്രമാണ് കർണാടക ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ കൃത്യമായി ഒരു വൻ സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഇത്രയും ദൂരം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അതാണ് പഴുതുകളില്ലാതെ കേരള പോലീസ് തടഞ്ഞുകൊണ്ട് ഈ വാഹനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും വളരെ വലിയൊരു സംഭവം തന്നെയാണ് കൊല്ലം കടയ്ക്കലിൽ സംഭവിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് വില മതിക്കുന്ന ലോഡുകൾ ഇപ്പോൾ പോലീസ്, നിരോധിത പുകയുൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഞാൻ പുതുതായിട്ട് പറഞ്ഞ പുതിയ ചാക്കും ഇപ്പോൾ ലോറിയിൽ നിന്നും ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചാക്കാണ് ഇപ്പോൾ ലോറിയിൽ നിന്നും മാറ്റി ഇങ്ങോട്ട് മാറ്റുന്നത്. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. രാത്രി 10 മണിയാണ്. 10 മണിക്ക് ശേഷമാണ് വളരെ ദൗത്യ സംഘം, ഈ ഒരു അന്വേഷണ സംഘം വളരെ വിദഗ്ധമായി ഈ ഒരു ലഹരി മാഫിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി കേരള പോലീസിനും അതുപോലെ തന്നെ കേരള ജനതയ്ക്കും തന്നെ വളരെ അഭിനന്ദനാർഹമായ ഒരു സംഭവമാണ് ഇപ്പോൾ
കൊല്ലം കടക്കലിൽ സംഭവിച്ചിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടികൂടിയിരിക്കുന്നു. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ആളാണ്. പേരും മറ്റു വിവരങ്ങളും ലഭ്യമാകേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ടം എന്നുള്ള